നിമോണിയ എങ്ങനെ സ്വന്തമായി തിരിച്ചറിയാം? Ethnic Health Code in Public Interest. കൊറോണ വൈറസ് എന്ന മഹാമാരിയെക്കുറിച്ച് ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകമാകെ പടർന്നു പിടിച്ച ഈ വൈറസ് സാധാരണ ജലദോഷം മുതൽ വിനാശകാരിയായ നിമോണിയയും ശ്വസന തകരാറ് വരെ മനുഷ്യരിൽ ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും പലരുടെയും സംശയമാണ് നിമോണിയ വന്നാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. നിമോണിയ എങ്ങനെ സ്വന്തമായി തിരിച്ചറിയാം? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധയ്ക്കാണ് നിമോണിയ എന്ന് പറയുന്നത്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളാണ് നിമോണിയയ്ക്ക് കാരണമാകുന്നത്. തൊണ്ടയിൽ നിന്നുമുള്ള അണുബാധയുള്ള സ്രവങ്ങൾ അബദ്ധത്തിൽ ശ്വാസകോശത്തിലേക്ക് എത്തുന്നതാണ് ഒട്ടുമിക്ക നിമോണിയകളുടെയും കാരണം. അണുബാധ ഉള്ള ആളുകളുടെ ശ്വസനം വഴി പുറംതള്ളപ്പെടുന്ന ചെറിയ കണികകൾ ശ്വസിക്കുന്നത് വഴിയാണ് ഇത്തരം അണുബാധ തൊണ്ടയിലെത്തുന്നത്. ഇനി നിമോണിയയുടെ ലക്ഷണങ്ങൾ: കഠിനമായ പനി, കടുത്ത ചുമ, കുളിരും വിറയലും, തലവേദന, ഛർദി, വിശപ്പില്ലായ്മ തുടങ്ങിയവയാണെങ്കിലും എല്ലാ കേസുകളിലും ഇതുണ്ടാകണം എന്നില്ല. മറിച്ച് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി തുടർച്ചയായ പനി, ശ്വാസം വലിച്ചെടുക്കുമ്പോൾ നെഞ്ചിലുണ്ടാകുന്ന വേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിമോണിയ ആണെന്ന് അർത്ഥം. നിമോണിയയുടെ സ്ഥിരീകരണം എങ്ങനെ? 1. ശ്വാസം എടുക്കുന്നതിൻ്റെ വേഗത തിരിച്ചറിയണം. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇടയ്ക്ക് പനിയോടുകൂടി ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ, അതായത് 1 മിനിറ്റിൽ ശ്വാസം പിടിച്ച് 30 വരെ എണ്ണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ശ്വാസം മുട്ടലായി കണക്കാക്കാം. 2. ഹൃദയത്തിൻ്റെ പൾസ് നിരക്ക്. സാധാരണ ഒരു പൾസ് നിരക്ക് പറയുന്നത് 60 മുതൽ 100 വരെയാണ്. എന്നാൽ സാധാരണ പനിയുള്ളവർക്ക് 120 വരെ കാണിക്കാറുണ്ട്. എന്നാൽ 120-ൽ കൂടുതലാണെങ്കിലോ നിങ്ങൾക്ക് 12 വയസ്സിന് മുകളിലാണെങ്കിലോ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിമോണിയ ആണെന്ന് സംശയിക്കാം. 3. ചർമ്മത്തിൻ്റെ നിറം നീലയോ ഇളം നിറമോ ഉണ്ടാകാം. ഈ സംശയങ്ങളാണ് നിങ്ങൾക്ക് സ്വയം നിമോണിയ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങൾ. ഒന്ന് പറയട്ടെ, കൊറോണ എന്ന വൈറസിനെതിരെ ഇതുവരെ യാതൊരു മരുന്നും കണ്ടുപിടിക്കാത്ത പക്ഷം ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക. കൊറോണ എന്ന ഈ വൈറസ് വരാതിരിക്കാൻ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. ഇതിലൂടെ ഓരോ ജീവനും ഈ ലോകത്തെ മതിവരുവോളം ശ്വസിച്ചു നുകരുവാൻ അവസരമൊരുക്കാം. ഈ അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.